ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജമ്മു കശ്മീരിലും ഹരിയാനയിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടനില്ല. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിന് മികച്ച നേട്ടം. ആട്ടം മികച്ച ചിത്രം. മികച്ച നടൻ ഋഷഭ് ഷെട്ടി. നിത്യ മേനോനും മാനസി പരേഖും മികച്ച നടിമാർ. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കാതൽ ദി കോർ മികച്ച ചിത്രം. മികച്ച നടൻ പൃഥ്വിരാജ്. ഊർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിമാർ. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 8 വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ISRO. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3ാമത് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് വിർച്വൽ ഉച്ചകോടിക്ക് ഇന്ത്യ നാളെ ആതിഥേയത്വം വഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ജമ്മു കശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ജമ്മു കശ്മീരിൽ സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 എന്നിങ്ങനെ 3 ഘട്ടങ്ങളായും ഹരിയാനയിൽ ഒക്ടോബർ 1 ഒറ്റഘട്ടമായുമാണ് തിരഞ്ഞെടുപ്പ്. 90 നിയോജക മണ്ഡലങ്ങൾ വീതമുള്ള 2ഇടത്തും ഒക്ടോബർ 4 വോട്ടെണ്ണലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 87 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ജമ്മു കശ്മീരിൽ വോട്ടെടുപ്പിനായി 11,800-ലേറെ പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കുക. 2 കോടിയിലധികം വോട്ടർമാരുള്ള ഹരിയാനയിൽ 20,000-ലേറെ പോളിംഗ് സ്റ്റേഷനുകളും ഒരുക്കും. ജമ്മു കശ്മീരിൽ വർദ്ധിച്ച വോട്ടർ പ്രാതിനിധ്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും ഇത് ജനാധിപത്യത്തിന്റെ ശാക്തീകരണത്തിന്റെ തെളിവാണെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാവില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിന് അഭിമാനമായി ആട്ടം മികച്ച ചിത്രം. മികച്ച നടനുള്ള പുരസ്കാരം കന്നഡ ചിത്രമായ കാന്താരയിലെ അഭിനയത്തിലൂടെ ഋഷഭ് ഷെട്ടി സ്വന്തമാക്കി. മലയാളിയായ നിത്യ മേനോനും മാനസി പരേഖുമാണ് മികച്ച നടിമാർ. ഒരു റിപ്പോർട്ട്. 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിന് മികച്ച നേട്ടം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരത്തിനൊപ്പം മികച്ച തിരക്കഥയ്ക്കും ചിത്ര സംയോജനത്തിനുമുള്ള അവാർഡും സ്വന്തമാക്കി. മികച്ച സംവിധായകൻ സൂരജ് R. ബർജാത്യ. അരിജിത് സിംഗ് മികച്ച ഗായകനും മലയാള സിനിമയായ സൗദി വെള്ളക്കയിലെ ഗാനത്തിന് ബോംബെ ജയശ്രീ മികച്ച പിന്നണി ഗായികയുമായി. കന്നഡ ചിത്രമായ കാന്താരയാണ് ജനപ്രിയ ചിത്രം. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം മാളികപ്പുറം എന്ന മലയാള ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീപത്ത് സ്വന്തമാക്കി. പൊന്നിയൻ സെൽവനിലൂടെ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം AR റഹ്മാൻ നേടിയപ്പോൾ ഹിന്ദി ചിത്രമായ ബ്രഹ്മാസ്ത്രയിലൂടെ പ്രീതം മികച്ച സംഗീത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരത്തിന് രവിവർമ്മൻ അർഹനായി. സൗദി വെള്ളക്കയാണ് മികച്ച മലയാള ചിത്രം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദി കോർ മികച്ച ചിത്രമായി. ആടുജീവിതത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജ് നേടി. മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ ഊർവശിയും ബീന ആർ ചന്ദ്രനും പങ്കിട്ടു. ആടുജീവിതത്തിലൂടെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ബ്ലെസ്സി നേടി. മികച്ച ഗായികയായി ആൻ ആമിയും മികച്ച ഗായകനായി വിദ്യാധരൻ മാസ്റ്ററും തിരഞ്ഞെടുക്കപ്പെട്ടു. 160 ചലച്ചിത്രങ്ങളാണ് പുരസ്കാരത്തിനായി സുധീപ് മിശ്ര അധ്യക്ഷനായ ജൂറി പരിഗണിച്ചത്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 8 SRO ഡെമോ പാസഞ്ചർ ഉപഗ്രഹത്തെയും ISROയുടെ ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SSLV D3 വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം. മൈക്രോ, മിനി, നാനോ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ശേഷിയാണ് ഇതിലൂടെ തെളിയിക്കപ്പെട്ടത്. SSLV D1, D2, D3 എന്നിവയുടെ വിജയം ബഹിരാകാശത്ത് പുതിയ വഴികൾ തേടാനുള്ള ISROയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായി ISRO ചെയർമാൻ സോമനാഥ് പറഞ്ഞു. പുതിയ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SSLV D3യുടെ വിജയകരമായ വിക്ഷേപണത്തിൽ ISRO ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയ്ക്കിപ്പോൾ ഒരു പുതിയ ലോഞ്ച് വെഹിക്കിൾ ഉണ്ടെന്നത് അത്യധികം സന്തോഷമുള്ള കാര്യമാണെന്ന് ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ചെലവ് കുറഞ്ഞ SSLV ബഹിരാകാശ ദൌത്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നും സ്വകാര്യ ബഹിരാകാശ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 3ാമത് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിക്ക് വെർച്വൽ ഫോർമാറ്റിൽ ഇന്ത്യ നാളെ ആതിഥേയത്വം വഹിക്കും. സുസ്ഥിരമായ ഭാവിക്കായി ശാക്തീകരിക്കപ്പെട്ട ആഗോള സൗത്ത് എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം.
സംഘർഷങ്ങൾ, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷാ പ്രതിസന്ധികൾ, കാലാവസ്ഥാ വ്യതിയാനം എന്നിങ്ങനെ ലോകത്തെ ബാധിക്കുന്ന സങ്കീർണമായ വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചകൾ വിപുലീകരിക്കുന്നതിനുള്ള വേദിയായി ഗ്ലോബൽ സൌത്ത് ഉച്ചകോടി പ്രവർത്തിക്കും. ഇന്ത്യ ജപ്പാൻ 2+2 വിദേശ പ്രതിരോധ മന്ത്രിമാരുടെ 3ാം ഘട്ട കൂടിക്കാഴ്ച ഓഗസ്റ്റ് 20 ഡൽഹിയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ്. നിലവിലെ സാഹചര്യം ഇരുവരും ചർച്ച ചെയ്തു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണവും സുരക്ഷയും പ്രൊഫസർ യൂനുസ് ഉറപ്പു നൽകി. ജനാധിപത്യപരവും സുസ്ഥിരവും സമാധാനപരവും പുരോഗമനപരവുമായ ബംഗ്ലാദേശിനായുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി മോദി ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഫോണിലൂടെ ചർച്ച നടത്തി. നയതന്ത്രപരമായ ചർച്ചകളിലൂടെ സംഘർഷങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്തണമെന്ന് ശ്രീ മോദി പറഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കുന്നതും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതും തുടരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വിവിധ മെഡിക്കൽ അസോസിയേഷനുകൾ നടത്തിയ സമരത്തിൽ രാജ്യത്തെ പല നഗരങ്ങളിലും മെഡിക്കൽ സേവനങ്ങൾ തടസ്സപ്പെട്ടു. പട്നയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രി, നളന്ദ മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിലെ റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല പണിമുടക്ക് നടത്തി. കേരളത്തിലെ ഡോക്ടർമാരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം നടത്തി. PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും ഹൌസ് സർജൻമാരും ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിന്നു. OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചായിരുന്നു സമരം. രാവിലെ 8 മണിക്ക് ആരംഭിച്ച സമരം നാളെ രാവിലെ 8 മണി വരെ തുടരും. അത്യാഹിത വിഭാഗങ്ങളിൽ സേവനം ഉറപ്പാക്കിയായിരുന്നു സമരം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഓറഞ്ച് ജാഗ്രതയാണ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിൽ നാളെയും ഓറഞ്ച് ജാഗ്രത തുടരും. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള ജനകീയ തിരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും. ഇനി മുതൽ ആവശ്യാനുസരണമുള്ള തിരച്ചിലായിരിക്കും നടക്കുക. ഇതിനായി വിവിധ സേനാംഗങ്ങൾ പ്രദേശത്ത് തുടരും. ദുരന്തമുണ്ടായ പ്രദേശത്തും ചാലിയാറിലും ഇന്നലെയും ഇന്നും നടത്തിയ തിരച്ചിലിലും മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായിരുന്നില്ല. ചിങ്ങമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തുറന്നു. 1 വർഷക്കാലത്തെ ക്ഷേത്ര തന്ത്രിയായി ഖണ്ഡരര് രാജീവരര് ചുമതലയേറ്റു. ഇന്ന് പൂജകളൊന്നും ഉണ്ടായിരിക്കില്ല. ചിങ്ങം 1 നാളെ രാവിലെ 5 നട തുറക്കും. ചിങ്ങമാസ പൂജകൾക്ക് ശേഷം ഈ മാസം 21 നട അടയ്ക്കുക. പാരീസ് ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേട്ടത്തിന് ശേഷം മടങ്ങിയെത്തിയ ഹോക്കി താരം PR ശ്രീജേഷിന് കൊച്ചി വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം. ജന്മനാട് നൽകുന്ന ഇത്തരം സ്വീകരണങ്ങൾ മെഡൽ നേട്ടത്തിന് ഇരട്ടി മധുരം നൽകുന്നതായി PR ശ്രീജേഷ് പറഞ്ഞു. കേരളത്തിൽ ഹോക്കിയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫിജിയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇന്ന് അനുഭവപ്പെട്ടത്. എന്നാൽ ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഖ്വ പ്രവിശ്യയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 2 പോലീസുകാർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മു കശ്മീരിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടനില്ല. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിന് മികച്ച നേട്ടം. ആട്ടം മികച്ച ചിത്രം. മികച്ച നടൻ ഋഷഭ് ഷെട്ടി. നിത്യ മേനോനും മാനസി പരേഖും മികച്ച നടിമാർ. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കാതൽ ദി കോർ മികച്ച ചിത്രം. മികച്ച നടൻ പൃഥ്വിരാജ്. ഊർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിമാർ. 3ാമത് വോയിസ് ഓഫ് ഗ്ലോബൽ സൌത്ത് വിർച്വൽ ഉച്ചകോടിക്ക് ഇന്ത്യ നാളെ ആതിഥേയത്വം വഹിക്കും. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 8 വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ISRO. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.